പലപ്പോഴും പല സാഹചര്യങ്ങളിലും മറ്റുള്ള ആൾക്കാർ കുറ്റപ്പെടുത്തുന്നത് കേട്ട് വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ വിഷമം മാറ്റുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. എപ്പോഴും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു കാര്യം അത് എപ്പോഴും മനസ്സിലാക്കുക. നിങ്ങളെ ബഹുമാനിക്കുക. മറ്റൊരാൾ പറയുന്നത് കേട്ട് വിഷമിക്കേണ്ടതല്ല നിങ്ങളുടെ സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കുക. അവരുടെ ലൈഫിലെ ഇൻസെക്യൂരിറ്റി കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ലൈഫിൽ നിങ്ങളെക്കാൾ ബെറ്റർ ആവാൻ പറ്റില്ല എന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് അവരിങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങ് മനസ്സിൽ നിന്ന് കളയുക. രണ്ടാമത്തത്, ഓൾവേസ് ബി കോൺഫിഡൻറ്റ്. എപ്പോഴും ആത്മവിശ്വാസം ഉള്ളവരായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ എപ്പോഴും വിശ്വാസം വേണം. മറ്റൊരാളുടെ കുറ്റപ്പെടുത്തൽ കേട്ട് നിങ്ങളുടെ സ്വഭാവത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്, ഇത്തരക്കാരോട് ഒരിക്കലും ആർഗ്യൂ ചെയ്യാതിരിക്കുക. ആർഗ്യുമെന്റിന് പോകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് കൂടുതൽ വിഷമിക്കുന്നത്. പലപ്പോഴും ഇവര് ഇരയിട്ട് മീൻ പിടിക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. നിങ്ങളുടെ വയലിൽ നിന്ന് എന്ത് വീഴും എന്ന് കേൾക്കാനാണ് ഇവരിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. ഇനി നെവർ മൈൻഡ് എന്നൊരു കാര്യം ശീലമാക്കുക. ഒരിക്കലും ഇവരെന്ത് പറഞ്ഞാലും അതിൽ വിഷമിക്കാതിരിക്കുക. അതിനെ അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിച്ച് തള്ളുക. ഇനി ഈ ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റൊരാൾ എന്ത് പറഞ്ഞാലും അതിലെപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് എന്തുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുക. അവർ പറയുമ്പോൾ അത് കേട്ട് വിഷമിക്കാതെ, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ വീക്ക്നെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ എങ്ങനെ ശ്രമിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അവരെന്ത് പറഞ്ഞാലും കാമാൻ കൂളായിട്ട് അതിനെ നേരിടാൻ ശ്രമിക്കുക. ഒരു ചിരിയോടെ തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. ഒരിക്കലും അവരോട് റിയാക്ഷന് പോവാതിരിക്കുക. അത് നമ്മുടെ മനസ്സിനെ ചീത്തയാക്കും. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക.